Hi future doctors. നീറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു. അതുപോലെ തന്നെ എക്സാം സെൻറ്ററിലേക്ക് എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം, അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും മക്കൾക്ക് കൺഫ്യൂഷനാണ്. ഡ്രസ് കോഡ് മാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്താണ് മാം, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ആ കൺഫ്യൂഷനും ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ട് മാം ഒന്നും കൂടി നിങ്ങൾക്ക് ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞുതരാം. നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക് നമ്മളൊരു ബാഗ് കൊണ്ടുപോകുമല്ലോ, ആ ബാഗിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് എന്നുള്ളത്, നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഡീഷണൽ ആയിട്ട് കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മാം പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ ഇനിയും ടെൻഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ മക്കൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ, മിക്സ് ആക്കാണ്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ ഇത് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൺഫ്യൂഷനും തീർന്നിട്ടുണ്ടാകും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്കറിയാം, ആദ്യത്തെ 1-2 പേജുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ഔട്ട്സ് എടുക്കണം. ആദ്യത്തെ പേജിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ പേജിൽ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണുള്ളത്. നമുക്കറിയാം 4/6 സൈസാണ്. അപ്പം അത് രണ്ടാമത്തെ ഷീറ്റ് എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡിന് നമ്മുടെ പ്രൊഫോമ ഫോമാണ്. അപ്പോൾ അത് ഒട്ടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ നമുക്കറിയാം നമ്മുടെ വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, ഗവൺമെൻറ് ID പ്രൂഫ്, ആധാർ കാർഡ് എന്താണെങ്കിലും എടുക്കണം. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഇനി പാൻ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID എടുക്കാം, പാസ്പോർട്ട് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ID ആണോ ഉള്ളത് അത് നിങ്ങൾ കയ്യിലെടുക്കുക, നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം നമ്മുടെ എക്സാം ഹാളിലെ നമ്മുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. അത് നമ്മൾക്ക് അവിടെ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കയ്യിലെടുക്കണം. നിങ്ങളൊരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഓക്കെ, PWD സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും എടുക്കണം. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. അതുപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു 2-3 കോപ്പി എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം. നിങ്ങൾക്കിത് കൂടാതെ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. നല്ല ചൂടാണ്, അപ്പോൾ മക്കൾ നല്ലപോലെ വെള്ളം കുടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റുന്ന അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇനി എന്തൊക്കെ കൊണ്ടുപോകാന്നുള്ളത് മാം ഇപ്പോൾ പറഞ്ഞുതരാം. എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പം നമുക്കറിയാം ഒരുപാട് പൊടിയൊക്കെ അടിച്ച് പിന്നെ ഒരുപാട് വേർപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പല ഇൻഫെക്ഷൻസും ഉള്ള ആളുകൾ വരുമായിരിക്കും, ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു സാനിറ്റൈസർ കയ്യിൽ കരുതാം. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കയറി പോവാം. പിന്നെ നല്ല ചൂടാണെന്ന് മക്കൾക്ക് അറിയാം. അപ്പോൾ ടിഷ്യൂ പേപ്പേഴ്സ് എന്താണെങ്കിലും കയ്യിൽ വെക്കുക. ഓക്കെ, എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല, പക്ഷേ എക്സാം സെൻറ്റർ വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ മക്കൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എടുത്ത് വെക്കണം. ഒരു കുടയൊക്കെ വെക്കാം, നല്ല ചൂടല്ലേ. വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇനി വെയിലൊക്കെ കൊണ്ട് തളരണ്ട. ഓക്കെ, അപ്പോൾ കുട കൊണ്ടുപോകുക. ഷെയ്ഡ്സ് വെക്കുന്നവരാണെങ്കിൽ അത് കൊണ്ടുപോകാം. ക്യാപ്സ് വെക്കുന്നവരാണെങ്കിൽ സെൻറ്റർ വരെ ഇതൊക്കെ കൊണ്ടുപോകാം. ഹാളിൻ്റെ ഉള്ളിലേക്കാണ് നമുക്കിതൊന്നും പറ്റാത്തത്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ എടുത്ത് വെക്കേണ്ടത്, ഗേൾസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പീരിയഡ്സ് വരും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ടെൻഷനും ആൻസൈറ്റിയും കാരണം അത് സംഭവിക്കാം, സാനിറ്ററി പാഡ്സ് എന്താണെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതണം. ഓക്കെ, നിങ്ങളുടെ കൂടെ ആരാണോ വരുന്നത് എക്സാം സെൻറ്ററിലേക്ക്, അവരുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഉള്ളിലേക്ക് കയറുക. അപ്പം പാഡ് കയ്യിലുള്ളത് എപ്പോഴും ഒരു സേഫ്റ്റിയാണ്. ഇനി അതല്ല ടാംപോൺസോ എന്താ പറയുക മെൻസ്ട്രൽ കപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും അലൗഡ് ആയിരിക്കും. നിങ്ങൾക്കത് നിങ്ങളുടെ ബാഗിൽ വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ മറക്കാണ്ട് എടുത്തു പോകുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ. ഓക്കെ, അത്യാവശ്യം ആരെങ്കിലും വിളിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എന്താണെങ്കിലും നമുക്ക് ഫോൺ കയ്യിൽ വേണമല്ലോ അല്ലേ. അപ്പോൾ ഫോൺ എന്താണെങ്കിലും എടുക്കണം. അത് നിങ്ങൾ ലാസ്റ്റിലേ എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ഫോണും വെക്കുക, അത് കയ്യിൽ വെക്കുക. പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഫോൺ സൈലൻറ്റ് മോഡിലോ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം സെൻറ്ററിലെത്തി നമ്മൾ ചെക്കിങ്ങിനൊക്കെ കയറുന്നതിന് മുമ്പ് ബാഗ് നമ്മൾ നമ്മുടെ ഗാർഡിയനെ ഏൽപ്പിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സോ വിശപ്പൊക്കെ വരുന്നവരാണെങ്കിൽ എക്സാം 3-3.5 മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കേണ്ടേ, എക്സാം എഴുതണ്ടേ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ ഒരു 1 hour മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഷൂട്ട് ചെയ്യുന്നവർ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, മെഡിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ അത് കയ്യിൽ വെക്കണം കേട്ടോ. നിങ്ങൾ നിർബന്ധമായി കഴിക്കേണ്ട മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ മക്കളെല്ലാവരും കയ്യിൽ വെക്കുക. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയ മക്കളുണ്ടെങ്കിൽ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിർബന്ധമായും ബാഗിലെടുത്ത് വെച്ചിരിക്കണം. പക്ഷേ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ അഡ്മിറ്റ് കാർഡും നമ്മുടെ ഫോട്ടോഗ്രാഫ്സും വാട്ടർ ബോട്ടിലും ഒക്കെ മാത്രമേ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫൈനൽ ചെക്ക് ലിസ്റ്റ് സെറ്റല്ലേ, അപ്പോൾ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ഇനി ഒന്നും ടെൻഷൻ ആവേണ്ട, ഒരു പാനിക്കുമില്ല, ഒന്നുമില്ല. ഫോട്ടോഗ്രാഫിലെ സിഗ്നേച്ചർ, ഡേറ്റ്, ഇതൊന്നും എൻ്റെ മക്കൾ പേടിക്കേണ്ട. അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ
സമയത്ത് കൊടുത്ത അതേ ഫോട്ടോഗ്രാഫ് തന്നെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അത് മാത്രം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നീറ്റ് എക്സാം ഹാളിലേക്ക് നിർബന്ധമായിട്ടും ക്യാരി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ കയ്യിൽ കരുതണം, ഇതെല്ലാം മാം പറഞ്ഞു തന്നു. ബാഗൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഫോണും എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി ഡ്രസ് കോഡിനെ കുറിച്ച് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് മാം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ്, ബാക്കി അനാവശ്യമായി ജ്വല്ലറീസ് ഇതൊക്കെ റിമൂവ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി ഇതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കില്ല. നമ്മൾ ഫ്യൂച്ചർ ഡോക്ടർ ആവാനുള്ളവരാണ് അല്ലേ? യെസ്, നീ 2024 നമ്മളുടേതാണ്. അപ്പോൾ ദേ ഈ വീഡിയോ താഴെ അങ്ങ് കമൻറ്റ് ചെയ്യുക, ഐ ആം ഡോക്ടർ whatever your name is and you are the future doctor. Okay, അപ്പോൾ അടിപൊളിയായിട്ട് കോൺഫിഡൻസോടെ എക്സാം ഹാളിലേക്ക് പോവുക. ബൈ.